ഫ്രണ്ട്സ്, എല്ലാവർക്കും നവാസ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഷിമോഗക്കടുത്തുള്ള ഏകദേശം ഒരു 60-70 കിലോമീറ്ററിനകത്തുള്ള കടൂർ എന്ന സ്ഥലത്തെ ചില വിശേഷങ്ങൾ. ഫ്രാഞ്ചൈസി രീതിയിൽ ചെയ്യുന്ന സാൽഗാർ എന്ന പേരുള്ള ഒരു ടീ ഷോപ്പ്, അതാണ് ഇന്നത്തെ വ്ളോഗ്. കർണാടകത്തിലെ പല ഭാഗങ്ങളിൽ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. സാൽഗാർ എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രം, ഒരു ഗ്രൂപ്പ് മാത്രം. അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പം കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിലും, നോർത്ത് കർണാടകയിലാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉത്ഭവം ബൽഗാവി എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ ഫസ്റ്റ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഔട്ട്ലെറ്റുകളൊക്കെ ധാരാളം കാണാം. അതിൻ്റെ ഒരു പ്രത്യേകത, നല്ല നീറ്റായിട്ടുള്ള ചായ, അവരുടേതായിട്ടുള്ള പ്രോഡക്ട്സിലുള്ള ബിസ്ക്കറ്റ്സും മിക്സ്ചേഴ്സും എല്ലാം ഉള്ള വളരെ നീറ്റായിട്ട് ചെയ്തു പോകുന്ന ഒരു ടീ ഔട്ട്ലെറ്റ്. വളരെ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കർണാടക വിസിറ്റ് ചെയ്യുന്ന ആൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള സാധനങ്ങളും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കടൂരിലുള്ള സാൽഗാർ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച. ഇങ്ങനെയാണ് ബോർഡുകൾ ഉണ്ടാകുന്നത്. ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും, കന്നഡത്തിലും എഴുതിയിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് നീറ്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഷോപ്പായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. ഈ കടൂർ എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇതൊരു ജംഗ്ഷനാണ്. റെയിൽവേ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ നാട്ടിലെ ഷൊർണൂറൊക്കെ പോലെയാണ്. ഇവിടുന്നാണ് ട്രെയിനുകൾ പല ഭാഗത്തേക്കും വഴിമാറി പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കടൂർ. അതിൻ്റെ റെയിൽവേൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. കുറച്ച് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ബാംഗ്ലൂരുകാരൊക്കെ ചിക്മംഗ്ലൂരു എന്നുള്ള ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഈ കടൂർ വഴി പോകുന്ന ആൾക്കാർക്കും ഈ ഒരു ഔട്ട്ലെറ്റിൽ വരാൻ വേണ്ടി സാധിക്കും. ചിക്മംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഈ റൂട്ട് വഴി വരികയാണെങ്കിൽ കടൂർ ടച്ച് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇതാണ് ഔട്ട്ലെറ്റിൻ്റെ ദൃശ്യങ്ങൾ. ഇവിടെയാണ്, കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഔട്ട്ലെറ്റ്. ഇവരുടെ ഔട്ട്ലെറ്റുകളെല്ലാം ഈ ഒരു രൂപത്തിലാണ് ഫ്രാഞ്ചൈസി ലെവലിൽ ഉണ്ടാവുന്നത്. അവിടെ കിട്ടുന്ന അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റാണ് കേക്കുകളും ബിസ്ക്കറ്റ്സും ഒക്കെ. നല്ല ടേസ്റ്റി ചായകൾ, പലതരം വെറൈറ്റി ചായകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വ്ളോഗ് കൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപകാരം കിട്ടുവാണെങ്കിലോ അല്ലേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അവിടുന്ന് വരുന്ന വഴിക്ക് ഞാനും കുറച്ച് സാധനങ്ങൾ ഒരു കവറിലാക്കിയിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ നവാസ് ഡയറി സൈനിങ് ഓഫ്. ബൈ ബൈ.